നമസ്കാരം ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരം കുറയ്ക്കലും ഫിറ്റായിരിക്കലും ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അതിന് വിദഗ്ധരുടെ മേൽനോട്ടം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ നിങ്ങൾ ഹാപ്പി ആകുന്ന ഒരു അതിഥിയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് ആയ ലക്ഷ്മി മനീഷാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. സ്വാഗതം ന്യൂസ് 3ലേക്ക്. വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ലക്ഷ്മി മാം. നമ്മളെപ്പോഴും ഫിറ്റായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് പേർ മാമിനെ സമീപിക്കാറുമുണ്ട്. അപ്പോൾ ഒരു സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റികൾ എപ്പോഴും പറയുന്ന പേരാണ് ലക്ഷ്മി മനീഷ് എന്നുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എപ്പോഴും സ്വാധീനിക്കുന്നത് ഈ സിനിമാ താരങ്ങളായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആണെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവരെ കാണുന്നത് കൊണ്ട് അവരെങ്ങനെ ഇത്ര പെട്ടെന്ന് തടി കുറച്ചെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തടി കുറയ്ക്കുക അല്ലെങ്കിൽ ഫിറ്റ് ആവുക എന്നൊക്കെയുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്താണ് ഒരു ആമുഖമായി ഒരു ഇൻട്രൊഡക്ഷനായി ആളുകളോട് പറയാനുള്ളത്? പെട്ടെന്ന് തടി കുറയ്ക്കരുത്, അതാണ് പറയാനുള്ളത്. സമയം എടുത്ത് തടി കുറയ്ക്കുക. കാര്യം നമ്മൾ 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയൊരു തടി അല്ലല്ലോ നമ്മൾ കുറയ്ക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എത്രയും സ്പീഡിൽ കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നോ അത്രയും സ്പീഡിൽ അത് തിരിച്ചു കയറുക മാത്രമല്ല നമ്മുടെ മെറ്റബോളിസവും സഫർ ചെയ്യും. അതുകൊണ്ട് സമയം എടുത്ത് ഭക്ഷണം കൺട്രോൾ ചെയ്ത് വ്യായാമം ചെയ്ത് പതുക്കെ വെയിറ്റ് കുറയ്ക്കുക. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ളത് ഈ താരങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഖുഷ്ബു, ഏറ്റവും ഒടുവിൽ ഖുഷ്ബു ഇട്ട ഒരു ഫോട്ടോ, അത് എല്ലാവരും ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. 20 കിലോയോളം കുറച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒസംബിക് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ ഭാരം കുറച്ചത് എന്ന് മറുവശത്തൊരു വാദവുമുണ്ട്. അതിന് ഖുഷ്ബു തക്കതായ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ ആ മരുന്ന് ഉപയോഗിച്ച് തടി കുറയ്ക്കുക എന്നുള്ളതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, മരുന്ന് ഉപയോഗിച്ച് തടി കുറയ്ക്കുക എന്നുള്ളത് ഞാൻ കറക്റ്റ് ആണെന്ന് പറയുന്നില്ല. ഇപ്പൊ ഖുഷ്ബു എന്ന് പറഞ്ഞ ആളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവരുടെ, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഒരു ഇതില് അവർ മരുന്ന് കഴിച്ച് മെലിഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാലും അറിയാം, 2021 മുതൽ അവര് എല്ലാ ദിവസവും ഓൺ എ ഡെയിലി ബേസിസ് കാണിക്കുന്നുണ്ട്. അവർ വർക്കൗട്ട് ചെയ്യുന്നു, അവര് 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നു, കറക്റ്റ് ഹെൽത്തി ഈറ്റ് ചെയ്യുന്നു എന്നൊക്കെ. ഇനി അഥവാ കഴിഞ്ഞ 8-9 മാസം കൊണ്ടാണ് 20 കിലോ കുറഞ്ഞെങ്കിലും അതൊരു ഹെൽത്തി നാച്ചുറൽ വെയിറ്റ് ലോസ് ആവാൻ. കാര്യം ഒരു മാസം 2-2.5 കിലോ അത് വളരെ നോർമലാണ്, അത് വളരെ ഹെൽത്തിയുമാണ്. ഒരു മാസം ഒരു 3-4 കിലോ വരെ ഒരാൾക്ക് കുറയാം. അതിനൊരു മരുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. പക്ഷെ വേറെ നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, പേര് പറയുന്നില്ല, ബോളിവുഡിലൊക്കെ അവർ 1-2 മാസം കൊണ്ട് ഭയങ്കരമായിട്ട് ഷ്രെഡഡ് ആയി. അത് ചിലപ്പോൾ മരുന്നാവാം. ഈ അങ്ങനെയാണെങ്കിൽ മരുന്നെടുത്ത് തടി കുറയ്ക്കുന്നതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവുമല്ലോ, എപ്പോഴും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നു എന്ന് പറയുന്നത് 2 മരുന്നുകളാണ്. അത് ഒന്ന് ഒസംബിക്, ഒന്ന് മോഞ്ചാറോ. ഒസംബിക്കിനകത്തുള്ള മരുന്ന് സെമാഗ്ലൂട്ടൈഡ്, മോഞ്ചാറോയ്ക്ക് അകത്തുള്ള മരുന്ന് ടിർസെപ്പാറ്റൈഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പെപ്റ്റൈഡ്സ് ആണ്. ഇത് രണ്ടും ഡോക്ടേഴ്സ് ടൈപ്പ് 2 ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നാണ്. അത് അവർക്ക് ആവശ്യമുണ്ട്. അതിന്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ബോഡിയിൽ ഒരുപാട് വെയിറ്റ് കുറയുന്നു. എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ തടിയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം. എപ്പോഴും ആളുകൾ അങ്ങനെ തെറ്റിദ്ധാരണ പരത്താറുണ്ട്. മെലിഞ്ഞിരിക്കുന്നവരെല്ലാം ആരോഗ്യമുള്ളവരാണ്, വണ്ണം കൂടിയിരിക്കുന്നവർക്ക് ആരോഗ്യമില്ല, അവരൊന്ന് തൊട്ടാ വീഴുന്നവരാണെന്നൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ തെറ്റിദ്ധാരണ ഒന്ന് നമുക്കൊന്ന് മാറ്റിയാലോ? എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുകയാണ്? ഇല്ല, അത് തെറ്റാണ്. കാര്യം മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരോഗ്യമുണ്ട് എന്ന് ഉള്ളത് വെറും ഒരു തോന്നലാണ്. കാര്യം ഇപ്പൊ എൻ്റെ 15 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം, ഒരു 70-80 കിലോസ് ഉള്ള ഒരാൾക്ക് വെരി ക്ലീൻ ബ്ലഡ് വർക്ക്സ് ഉണ്ടാവും. പക്ഷേ 50 അല്ലെങ്കിൽ 55 കിലോസ് ഉള്ള ഒരാൾക്ക് എലിവേറ്റഡ് ലിവർ എൻസൈംസ് ഉണ്ടാവാം, ലിപ്പിഡ് പ്രൊഫൈൽ കൂടിയിരിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ വെയിങ് സ്കെയിലിൽ കാണുന്ന ആ ഒരു നമ്പർ അല്ല നിങ്ങളുടെ ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വർക്ക് ക്ലിയർ ആവട്ടെ, നമുക്ക് എന്താ പറയുക, ഒരു മെന്റലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആൻഡ് സൗണ്ട് ആവണം, രാത്രിയത്തെ ഉറക്കം ശരിയാവണം, നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്ത് പോകാൻ പറ്റണം. അതാണ് ബീയിങ് ഹെൽത്തി, അല്ലാതെ ആ നമ്പർ അല്ല. ഒരുപാട് പേര് സ്ത്രീകളാണെങ്കിലും ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു ആരോഗ്യപരമായിട്ടുള്ള ചിന്തകളെങ്കിലും അവർക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം. അത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വീട്ടിലുള്ള നമ്മുടെ അമ്മമാരായാലും ഒക്കെ സംസാരിക്കുമ്പോൾ പണ്ട് എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടായിരുന്ന സാധനങ്ങൾ എടുത്ത് കഴിച്ച് അത് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് കഴിച്ച് ഇതുപോലെ ഭാരം കൂട്ടുകയും പിന്നെ കാലിന് താങ്ങാൻ പറ്റാതാവുകയും പ്രായമാകുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും. കാലിൻ്റെ മുട്ടുവേദന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആ ഭക്ഷണം കളഞ്ഞാലും വേണ്ടില്ല, ഞാൻ എൻ്റെ ആരോഗ്യം കളയാൻ തയ്യാറല്ല എന്നൊരു ചിന്തയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. മാമിന് എന്താ തോന്നുന്നത്? ഡെഫിനറ്റ്ലി ഉണ്ട്.
ഉണ്ട്, ഭക്ഷണത്തിന്റെ കാര്യത്തിലുണ്ട്. എത്രത്തോളം സ്ത്രീകളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാര്യം ഇന്നും അവരുടെ മിക്കവാറും മെജോറിറ്റി സ്ത്രീകൾ അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും അവസാനമാണ് വെക്കുക. പക്ഷെ എന്നാലും നല്ലൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പോ പണ്ട് പ്രസവം കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുന്നു, അത് വണ്ണം വെക്കണം എന്നുള്ളൊരു രീതിയാണ്. നമ്മൾ പ്രസവം കഴിഞ്ഞാൽ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. ഇപ്പൊ അതൊന്നുമില്ല. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ ക്ലയന്റിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം there is an improvement, പക്ഷെ ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. ഈ നമ്മള് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും എക്സസൈസിന്റെ കാര്യം കൂടി പറയുമല്ലോ. ഇത് രണ്ടിന്റെ ഒരു പ്രപ്പോർഷൻ അത് മാം എങ്ങനെയാണ് പറയുക? നമ്മളിപ്പോ മഞ്ജു പിള്ളയൊക്കെ മാമിന്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മഞ്ജു ചേച്ചിയുടെ ഒരു കാര്യം എടുത്താൽ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ പോലും കാണാവുന്നൊരു ചേഞ്ച് ആയിരുന്നു നമുക്ക്. പഴയ മഞ്ജു ചേച്ചി, ഇപ്പോഴത്തെ മഞ്ജു ചേച്ചി. അപ്പൊ ആ മഞ്ജു ചേച്ചി പറയുമ്പോഴാണ് താങ്കൾ ലക്ഷ്മി മനീഷ് ഞാൻ ആദ്യം നോട്ട് ചെയ്തൊരു പേര് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ ഒരു കാഴ്ചയിലുള്ള മാറ്റമുണ്ടല്ലോ, അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് മറ്റുള്ളവർ പറഞ്ഞു, നമ്മളാണ് ചിലപ്പോൾ നമ്മൾ ആദ്യം അറിയുക നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടായി എന്നൊക്കെ, എങ്കിലും മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിലേക്ക് എത്താനുള്ള ഒരു സമയം, ഒരു മിനിമം അത് എത്രയാണ് മാം പറയുന്നത്? അതിന് ഈ പ്രപ്പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റും വ്യായാമവും അത് തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ ഒക്കെ എങ്ങനെയാണ് മാം? എക്സസൈസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യണം. പക്ഷേ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ മഞ്ജു പിള്ളയുടെ കേസ് പറഞ്ഞു, മഞ്ജു ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് പോകുന്നു, മഞ്ജുവിന് സെറ്റിൽ എക്സസൈസ് ചെയ്യാനുള്ള ടൈമില്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിനെ നോക്കൂല, അങ്ങനെ പറയരുത്. അപ്പോൾ നമുക്ക് അവിടെ എൻഡ് ഓഫ് ദ ഡേ 85% വാട്ട് യു ഈറ്റ്, 15% വർക്ക്ഔട്ട്. അപ്പോൾ ഭക്ഷണമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. പറ്റുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും ഭക്ഷണം ശരിയായാൽ വെയിറ്റ് കുറയട്ടെ, അസുഖങ്ങൾ മാറട്ടെ. ഞാൻ എക്സസൈസ് ചെയ്യാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഇരുന്ന് കഴിക്കും, ഞാൻ വെയിറ്റ് കൂടും. ആ അപ്രോച്ച് പാടില്ല. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ മാറണം. അതായത് എങ്ങനെ ഞാൻ ചെയ്യണം, അതായത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അല്ലെ? ഈ പറഞ്ഞ പോലെ എന്റെ സമയം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അത് മാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. എന്റെ സിറ്റുവേഷൻ, എന്റെ എൻവയോൺമെന്റിൽ നിന്ന് എനിക്ക് എങ്ങനെ എന്നെ ഹെൽത്തി ആക്കാം, അത് ഒന്നുകിൽ വർക്ക്ഔട്ടിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ. അപ്പൊ താങ്കളുടെ അടുത്തേക്ക് വരുന്ന ഒരാളുടെ മുഴുവൻ കാര്യങ്ങളും ആദ്യമേ അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ചാർട്ട് ഉണ്ടാക്കുന്നത്. ഡെഫിനറ്റ്ലി. ഞാൻ ആദ്യം ബ്ലഡ് ടെസ്റ്റ് നോക്കും. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് എന്റെ ഒരു 15-20 മിനിറ്റ്സ് ഓഫ് കൺസൾട്ടേഷൻ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ ഡയറ്റിലേക്ക് വരുള്ളൂ. നമ്മൾ ഡയറ്റ് എന്ന് എപ്പോഴും പറയുമ്പോൾ പ്രായം അതിനൊരു പ്രത്യേക ഘടകമാണല്ലോ മാം. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ഇന്ന പ്രായത്തിൽ എന്തൊക്കെ കഴിക്കണം, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പം 30+ ആകുമ്പോൾ നമുക്ക് ബോണിനും കാര്യങ്ങൾക്കൊക്കെ ബലക്ഷയം ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് നമുക്ക് കാൽഷ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ എടുക്കണം, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ആ ഏജിനെ കുറിച്ചൊന്ന് പറയാം. ഏജും ഈ ഭക്ഷണവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് ഏജിലാണെങ്കിലും നമ്മുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ഡിമാൻഡ് സെയിം ആണ്. 10 വയസ്സുള്ള കുട്ടിയും 70-year-old ആൾക്കും ന്യൂട്രീഷ്യസ് ഭക്ഷണം ആവശ്യമാണ്. അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം സിമിലർ ആണ്. പക്ഷേ നമ്മളൊരു 20 വയസ്സിൽ കഴിക്കുന്ന അത്രയും കാലറി 80 ഇയേഴ്സിൽ വേണ്ട. കാര്യം നമുക്ക് അത്രയും എക്സ്പെൻഡിച്ചർ ഇല്ല. പിന്നെ നമ്മൾ പ്രായമാവും തോറും കുറേ സപ്ലിമെന്റ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒമേഗ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, കാൽഷ്യം, അങ്ങനെ ഒരുപാട് സപ്ലിമെന്റ്സ് ആവശ്യമുണ്ട്. ചെറുപ്പക്കാർക്ക് അത്രയും വേണമെന്ന് വരില്ല. കാര്യം അവർ കുറെ കൂടെ എക്സ്പോഷർ ഉണ്ട്, അവർക്ക് കുറെ കൂടെ ഒരു ഭക്ഷണം കഴിക്കും, കുറെ കൂടെ നോൺ വെജ് കഴിക്കും. അപ്പം ഓരോ പ്രായത്തിന് നമ്മൾ കഴിക്കേണ്ട മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് വ്യത്യാസമാണ്. പക്ഷേ എന്താ പറയുക, കാലറീസും വ്യത്യാസമാണ്. അത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഡയറ്റ് കൊടുക്കാൻ പറ്റൂ. ഈ ഡയറ്റീഷ്യൻ പറയുന്നത് അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന കാര്യങ്ങളെ കഴിക്കൂ എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്നോട് അയ്യോ ഇത് എന്നോട് കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മേൽനോട്ടത്തിലാകുമ്പം എന്താണ് ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് ചിലപ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചു തരേണ്ട ആളുകളൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ചിട്ടയായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ? ഒട്ടുമില്ല. ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഒന്നും കഴിക്കരുത് എന്ന് പറയാറില്ല. ഞാൻ എവറിത്തിങ് ഇൻ മോഡറേഷൻ. അതിപ്പോ നിങ്ങൾ ഇരിക്കുന്നു, ഒരു ജിലേബി കഴിക്കണം തോന്നി, ഒരു ജിലേബി കഴിക്കൂ. അല്ലാതെ അത് കഴിക്കാതിരുന്ന് ഇങ്ങനെ വച്ച് പിന്നെ പോയിട്ടൊരു 3-4 സാധനം കഴിക്കുന്നതിന് പകരം കുറച്ച് കഴിക്കും. ഒരെണ്ണം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ പാതിയിൽ നിർത്തൂ. ഒരു കേക്ക് കാണുമ്പോൾ കൊതി വരുന്നു, അതൊരു പാതി കഴിച്ച് നിർത്തൂ. നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസവും കഴിക്കണം എന്നല്ല, അതിന് നമ്മൾ തന്നെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം നമ്മുടെ മൈൻഡിൽ. പക്ഷെ എല്ലാം കഴിക്കണം, മോഡറേഷനിൽ കഴിക്കണം. ഈ സപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ മാം നേരത്തെ, അത് എത്ര പേര് മാം നേരത്തെ പറഞ്ഞു, ഈ ആളുകള് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരെ സ്നേഹിക്കുന്നത് എത്രത്തോളം ഉണ്ട്, അവരെ പ്രയോറിറ്റി കൊടുക്കുന്നത് എത്രത്തോളം ഉണ്ട്, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഈ എത്ര പേര് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? ഏകദേശം ഒരു ശതമാന കണക്കെടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സപ്ലിമെന്റ്സ് നമ്മൾ അങ്ങനെ ഗുളികയായിട്ട് കഴിക്കാറില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ മലയാളികളുടെ കാര്യത്തിൽ?
ഇല്ല ആക്ച്വലി അശ്വതി ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കര ഓവർ കോഷ്യസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സപ്ലിമെന്റ്സ് അനാവശ്യമായി കഴിക്കുന്നു. അതായത് വെറുതെ സെലിനിയം കഴിക്കുന്നു, വെറുതെ ഒമേഗ കഴിക്കുന്നു. നന്നായിട്ട് ഒരു നേരം മീൻ കഴിക്കുന്ന ഒരാൾക്ക് ഒമേഗയുടെ ആവശ്യമില്ല. നിങ്ങൾ ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു B12 സപ്ലിമെന്റ് വേണ്ട. B12 സപ്ലിമെന്റ് എപ്പോഴും നമ്മൾ ഒരു വെജിറ്റേറിയനെ കൊടുക്കാറുള്ളൂ. പക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഓവർ അവയർനെസ് കാരണം എല്ലാവരും ഇഷ്ടം പോലെ വൈറ്റമിൻസ് കഴിക്കുന്നുണ്ട്. ഗട്ട് ഹെൽത്തിന് എന്ന് പറഞ്ഞിട്ട് അത് കലക്കി കുടിക്കുന്നുണ്ട്, ഡീടോക്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം കുറച്ച് ഓവറാണ് ഈ സപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ. അത് ഞാൻ ഡെഫിനറ്റ്ലി പറയും, സപ്ലിമെന്റ്സ് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം കഴിക്കേണ്ട ഒരു കാര്യമാണ്, വെറുതെ വാരി തിന്നണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡയറ്റീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര പേര് അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞ പൈസ കൊടുത്ത് ഇതിനൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാം. വളരെ കുറച്ചു പേരെ ഉണ്ടായിരിക്കുള്ളൂ. ഇതിനൊക്കെ കാശ് ചെലവാക്കണോ എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരിക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഗൂഗിളിലായിരിക്കും. എന്നിട്ട് നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ അവസ്ഥയുള്ള ആളുകളെ തപ്പും, അവരെന്താണോ ചെയ്യണത് അത് നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു ആവശ്യമില്ലാത്ത കാര്യം അത് ഈ നമ്മുടെ ഭക്ഷണത്തിലും ഈ ഡയറ്റിലും ഒക്കെ ഉണ്ടെന്ന് മാമിന് തോന്നുന്നുണ്ടോ? യൂട്യൂബിനെയും സോഷ്യൽ മീഡിയയും ആശ്രയിക്കാതെ ഓരോന്നിനും അതിന് പഠിത്തമുള്ളവരുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം എനിക്ക് മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സലൂണിലല്ലേ പോവുള്ളൂ, ഞാനിരുന്ന് വെട്ടില്ലല്ലോ, എനിക്കത് അറിയില്ല. അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന് ഡോക്ടർ പറയുകയാണ് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുമെന്ന് പറയുമ്പോൾ അത് അവരുടെ അടുത്തേക്ക് പോവുക. പിന്നെ പൈസ എന്ന് പറയുന്ന കാര്യം, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് ജീവിക്കാനാണ്, അതിന് പൈസ വേണം. അപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് തരുന്ന ഡയറ്റിന്റെ പൈസ കൂടുതലാണ് എന്ന് പറയുന്നതിനർത്ഥം അവനോന്റെ ആരോഗ്യത്തിന് എന്ത് വില കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഇവിടെ ഒരു 1000 രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് 50,000 കൊടുക്കും. അപ്പോ അതിലേക്ക് എത്താതിരിക്കാനാണ് ഇവിടേക്ക് വരാൻ പറയുന്നത്. അത് നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഡ്രസ്സ് വാങ്ങാൻ നമ്മൾ പൈസ മുടക്കും. നേരത്തെ പറഞ്ഞ പോലെ മുടി വെട്ടാനാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഒരു അതെ അടുത്ത് പോകും. പക്ഷെ ഈ ആരോഗ്യത്തിന്റെ കാര്യം നമുക്ക് അകത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അത് പെട്ടെന്നുള്ള ഒരു ചേഞ്ചും ആയിരിക്കില്ലല്ലോ. പതുക്കെ ആയിരിക്കും നമ്മുടെ ആരോഗ്യം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പോയി നോക്കാറില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഒരു ആള് അതിന് അവെയർ ആവുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഒരു എലിവേറ്റഡ് വാല്യൂ വരുമ്പോൾ മാത്രമാണ്. അല്ലാതെ നമ്മൾ ബോധേഡേ ആവുന്നില്ല. നമുക്കതെന്തോ ഒരു അധിക ചെലവ് പോലെയാണ്. നമ്മളത് എനിക്കറിയില്ല, ആൾക്കാർ കുറെ മാറി വരുന്നുണ്ട്. ഇപ്പം എവിടെയാണെങ്കിലും പീരിയോഡിക് ബ്ലഡ് ചെക്സ് ഉണ്ട്. അപ്പം അതിൽ എലിവേറ്റഡ് വാല്യൂസ് വരുമ്പോൾ വരും. അപ്പോഴും ആലോചിക്കും ചെയ്യണോ അല്ലെങ്കിൽ ഈ പൈസ ചെലവാക്കണോ. അത് ആ ഒരു മൈൻഡ് സെറ്റ് മാറണം. ഞാൻ നേരത്തെ തടിയും ആരോഗ്യം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ഈ ബോഡി ഷെയ്മിങ് എന്നൊരു വാക്ക് നമ്മൾ ഇപ്പോഴാണ് അതിനെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഒരു കാലത്ത് നമ്മളെയൊക്കെ ഇപ്പം ഞാനൊക്കെ ഇതിനെക്കാട്ടിലും മെലിഞ്ഞിരുന്ന ഒരു സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെയൊക്കെ വളരെ മോശമായിട്ട് പറയും. നമ്മളെ ഓരോ പേര് വിളിക്കും, മോശം പേര് വിളിക്കും. പക്ഷെ നമ്മളൊക്കെ അത് മാനസികമായിട്ട് അനുഭവിക്കുമ്പോൾ ഇത് ബോഡി ഷെയ്മിങ് ആണെന്നോ ഇതിനെതിരെ നമ്മൾ സംസാരിക്കണമെന്നോ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളുകൾ നേരത്തെ പറഞ്ഞ ആ ഒരു മനസ്ഥിതിയിൽ നിന്ന് മാറുന്നുണ്ട് എന്ന് മാമിന് തോന്നുന്നുണ്ടോ? ഇല്ല, മാറിയിട്ടില്ല. ഒട്ടുമേ മാറിയിട്ടില്ല ശ്രുതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓൾവേസ് വണ്ണമുള്ള ആളായിരുന്നു. ഞാൻ എന്നിട്ട് ഒരുപാട് വെയിറ്റ് കുറഞ്ഞു. കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വന്നു. ഞാനൊരു 10 കിലോ കൂടി ഇപ്പൊ ഇരിക്കുന്ന വെയിറ്റ്. അപ്പൊ ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ നല്ല ഹെൽത്തി ഒരു സംസാരം. അതിന്റെ താഴെ ഒരുപാട് നല്ല കമന്റ്സ് വന്നു. അതിൽ 2 കമന്റ് ഞാൻ ജസ്റ്റ് കണ്ടു. ഞാൻ വായിച്ചത്, നിങ്ങൾക്ക് വണ്ണമുണ്ടല്ലോ, നിങ്ങളൊരു ന്യൂട്രീഷനിസ്റ്റ് എങ്ങനെയാവും, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റ്. നമ്മൾ ആലോചിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല ഇതല്ല ആരോഗ്യം. എനിക്ക് എന്റെ ഒരു കാരണം കൊണ്ട് ഒരു 10 കിലോ കൂടിയതിന്റെ അർത്ഥം ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ല എന്നല്ല, ഞാൻ പറയുന്നതെല്ലാം തെറ്റെന്നല്ല. പിന്നെ വേറൊരു ഇതുണ്ട്. ഒരു സ്ത്രീ, ഒരു 40 കഴിഞ്ഞ ഒരു സ്ത്രീ കുറച്ച് വണ്ണം വെച്ചിരുന്നു, അയ്യോ 3 നേരം ഇരുന്ന് വെട്ടി വീങ്ങുകയാണ്. അല്ല, അവർക്ക് അവരുടെ ഹോർമോൺസിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവർ മെനോപോസിലേക്ക് എത്തുകയായിരിക്കും. അപ്പൊ അതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരാളെ മെലിയുന്നതിന് കളിയാക്കുന്ന പോലെ വണ്ണം വെച്ച ഒരാളെ അതിനും ഇരുന്ന് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നമ്മൾ കളിയാക്കുന്നുണ്ട് മനുഷ്യർ.
വളരെ അതെ, അതുകൊണ്ട് അത് മാറിയിട്ടില്ല ആ മനോഭാവം എന്നാണ് മാം പറയുന്നത്. ഒരിക്കലും മാറിയിട്ടില്ല. ഈ പ്രായത്തിന്റെ കാര്യം വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡയറ്റ് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങള് അത് കഴിഞ്ഞ് ടീനേജിലേക്ക് വരുമ്പോൾ ഉള്ളത് അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് അമ്മമാര് ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കം വളരെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അത്രയും കെയർ കൊടുക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. ഇല്ല, ആ ഡയറ്റ് എന്നൊരു 4 ലെറ്റർ വേർഡ് വേണ്ട. നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് അത് വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതെ, അതായത് ഇപ്പൊ കൊച്ചു കുട്ടികളാവുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടം ഉരുണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കുത്തിക്കയറ്റി ഭക്ഷണം കൊടുക്കും. പക്ഷെ ആ ഭക്ഷണം പെൺകുട്ടികളാവുമ്പോൾ കുറച്ച് എത്തുമ്പോഴേക്കും, പണ്ട് 13-14 വയസ്സിൽ മെച്ചുവർ ആവുന്നു, ഇപ്പൊ 9 വയസ്സിൽ 9.5 വയസ്സിൽ. ആൺകുട്ടികൾ കുറച്ച് കളിക്കാൻ പോകും, പെൺകുട്ടികൾ പോവായിരിക്കും. പോയില്ലെങ്കിൽ ആ വണ്ണം അങ്ങനെ നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ PCOD, PCOS ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നു. അപ്പോൾ കൊച്ചിലെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ശ്രമിക്കാം, ഒരു വശം. 2, നമ്മൾ കുട്ടികളെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ പേരൻസും ഹെൽത്തി ആയിട്ട് കഴിക്കണം. ഈ പെൺകുട്ടികളുടെ കാര്യം നേരത്തെ പറഞ്ഞു പോയപ്പോ നമുക്ക് അതൊന്ന് ഊന്നി പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പം ചെറിയ കുട്ടികൾ, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ പീരിയഡ്സിലേക്ക് അല്ലെങ്കിൽ മെൻസസിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അതിന്റെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ പറയുന്ന ഭക്ഷണക്രമം മാത്രമാണോ അതിന്റെ ഒരു ഭക്ഷണക്രമം? 1, 2 ഒരു വ്യായാമവും ഇല്ല. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ ഭക്ഷണം സ്പീഡിൽ കഴിച്ചിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ് കുട്ടികൾ. അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു. ഇന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് ഭക്ഷണം കഴിക്കുന്നു, പ്ലേറ്റ് വെക്കുന്നു, അങ്ങനെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ റീൽസ് നോക്കുന്നു. അപ്പം ഒരു മൂവ്മെന്റ്സ് ഇല്ല. പണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോവും, ഇപ്പുറത്തെ വീട്ടിൽ പോവും, കളിക്കാൻ പോകും, ഇത് ചെയ്യും. ഇന്ന് കുട്ടികളെ നമുക്ക് ധൈര്യമായിട്ട് വിടാനും പേടിയാണ്, ഇപ്പുറത്തെ വീട്ടിലും കളിക്കാൻ. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അപ്പം അവിടെ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉള്ളപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഓക്കെ, മറ്റൊരു വശമുള്ളത്, നമ്മൾ ഈ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ പറയും ഈ ചിക്കൻ ഒത്തിരി കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക്, കാരണം ഇത് ഇഞ്ചക്ഷൻ ചെയ്ത ചിക്കൻ ആയിരിക്കാം, അതുകൊണ്ട് കുഞ്ഞിന് പിന്നെ പ്രശ്നം ഉണ്ടാവും. എന്നാൽ പച്ചക്കറി മേടിക്കാന്ന് പറയുമ്പോൾ അതിനകത്ത് വിഷമാണ്, ഫ്രൂട്ട്സ് മേടിക്കാന്ന് പറഞ്ഞാൽ അതിലും വിഷമാണ്. അപ്പോൾ എന്ത് കഴിക്കുമെന്ന് മനുഷ്യനൊരു ആശങ്കയുള്ള സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉപയോഗം ഏത് രീതിയിലായിരിക്കണം എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല അശ്വതി, ഇപ്പം അങ്ങനെ പേടിക്കാൻ തുടങ്ങി എല്ലാം പേടിക്കണം. എനിക്ക് തോന്നുന്നില്ല ഈ ചിക്കനിൽ ഹോർമോണൊക്കെ കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസും ആന്റിബയോട്ടിക്സും ഒന്നും നമുക്ക് ചുമ്മാതെ ഒന്നും കിട്ടില്ല. അതിനും പൈസ കൊടുക്കണം. ഇത്രയും എമൗണ്ട് കുത്തിവെക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ എബിലിറ്റി ഇവർക്കുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഫാം നടത്തുന്നവർക്ക്. പിന്നെ നമുക്ക് കാണാമല്ലോ, ഇപ്പൊ കുറച്ച് എന്താ പറയാ, കുറച്ചുകൂടെ നല്ല കമ്പനീസ് അങ്ങനത്തെ ചിക്കൻ കിട്ടും. പിന്നെ പച്ചക്കറി വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പല രീതിയുണ്ട് കഴുകി വെക്കാനും അതുമൊക്കെ, അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുറയ്ക്കേണ്ടത് ഇതിലൊക്കെ ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഒരുപാട് പഞ്ചസാര കഴിക്കുക, ഒരുപാട് ഡീപ്പ് ഓയിൽ ഫ്രൈഡ് കഴിക്കുക, അതെല്ലാം നിർത്തുക. നമുക്ക് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പെൺകുട്ടികൾക്ക് എപ്പോഴും കുറച്ച് ചിക്കൻ കൂടുതലും മീൻ, റെഡ് മീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറവ്. അതായത് ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം ഫിഷ്, പിന്നെ ചിക്കൻ, പിന്നെ വരട്ടെ ബീഫ്, മട്ടൺ, പോർക്ക് ഒക്കെ. അങ്ങനെ വന്നാൽ പിന്നെ നല്ലതാണ്. ഓക്കെ, ഈ ഒപ്പം ഈ യുവാക്കൾക്ക് ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നു ഈ സമയത്ത്. നമ്മൾ കാണുന്നത് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ പെട്ടെന്ന് വീണ് മരിക്കുന്നു. അങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ളൊരു കാരണം എന്താ കാണുന്നത്? നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ അതിൽ പ്രധാനമാണോ? ഒന്ന് ഭക്ഷണ രീതി, 2 നമ്മുടെ ട്രെയിൻ ചെയ്യുന്ന രീതി. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പം പല ജിമ്മിലും ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, നമുക്ക് ഒരു കാര്യം 10 റെപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് വെക്കൂ, വീണ്ടും പുഷ് ചെയ്ത് അത് 15ലും 20ലേക്കും കൊണ്ടുപോകുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വല്ലാണ്ട് നമ്മുടെ ഹാർട്ടിനെ സ്ട്രെയിൻ ചെയ്യിക്കുന്നു ഒരു വശത്ത്. 2, ഒരുപാട് ആൾക്കാരുണ്ട് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. വെറും ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് അല്ല, ഒരുപാട് സ്റ്റെറോയിഡ്സ്, മസിൽ ഗെയിനിങ്ങിന്, എൻഡുറൻസിന്, സ്റ്റാമിനയ്ക്കൊക്കെ. ഇതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതെല്ലാം അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് മെഡിസിന്റെ ഒരു ഡോക്ടർ ചെയ്യണം. അങ്ങനെ ചെയ്ത് ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ഇവിടെ എത്രത്തോളം എന്താ പറയാ ആധികാരികമായി ചെയ്യിക്കാൻ പറ്റുന്നവരാണ് അല്ലെങ്കിൽ അറിയുന്നവരാണെന്ന് നമുക്കറിയില്ല. ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഇതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ എല്ലാം ഒരാളുണ്ടാവും, ഇഞ്ചക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും ഒക്കെ പോയി ബാക്ക് ഫയർ ചെയ്യും. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഈ സെലിബ്രിറ്റീസ് നമ്മൾ എപ്പോഴും നമ്മൾ ഉറ്റുനോക്കി നേരത്തെ പറഞ്ഞതുപോലെ, താങ്കളുടെ അടുത്ത് വരുന്ന സെലിബ്രിറ്റീസിൽ ഏറ്റവും അനുസരണയുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? മഞ്ജു.
എന്തുകൊണ്ടാണ് മഞ്ജുചേച്ചിയെ കുറിച്ച് പറയാം? മഞ്ജു എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഇത്രയും കൊല്ലത്തെ മഞ്ജു പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ കുറച്ച് കുറവുണ്ടോ? അല്ലല്ല, നമുക്ക് ആ ഒരു സ്നേഹം കൂടി കഴിയുമ്പോ പറ്റൂല എന്ന് പറയുന്ന ആ ഒരു ബന്ധമില്ലേ, അതിലേക്ക്. അല്ലല്ല, മഞ്ജു വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ ചോദിക്കുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു ചേച്ചി വന്നതും മാമിനെ കണ്ട്? മഞ്ജു എന്റെ അടുത്ത് വരുമ്പോ എത്ര അന്ന് വെയിറ്റ് 95 or 96 ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ മഞ്ജു 65, 64, 65 നിൽക്കുന്നു. ഇടയ്ക്കൊരു ഒരു സിനിമ വരുമ്പോ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് കൂട്ടും. ഇപ്പം മറ്റേ ഫാലിമി വന്നപ്പോ 2 വലിയ പിള്ളേരുടെ അമ്മ, അപ്പൊ ഒരു 5-6 കിലോ കൂടി കുറച്ചു. പക്ഷെ എല്ലാം മഞ്ജു വളരെ ഡിറ്റർമിൻഡ് ആണ്. മഞ്ജു സെറ്റില് ഭക്ഷണം കൊണ്ടുപോകും, മഞ്ജു ജ്യൂസർ കൊണ്ടുപോകും. അങ്ങനെ ചെയ്ത് എനിക്ക് മെലിയണം എന്ന് വളരെ ആഗ്രഹത്തോടെ ചെയ്യുന്നവരാ. അങ്ങനെ വേറെയും ഒരുപാട് ക്ലയൻസ് ഉണ്ട്. പലരും എന്റെ പേര് പറയാത്തോണ്ട് എനിക്ക് പേര് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ പക്ഷെ മഞ്ജു ചേച്ചി എല്ലാരോടും മഞ്ജു എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആയിട്ട് മഞ്ജു എല്ലാവരോടും പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും എല്ലാവരും കാണുന്നതുകൊണ്ട് അതുകൊണ്ട് അറിയാം. ഒരുപാട് പേരുണ്ട് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മളിപ്പോ ന്യൂട്രീഷനിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം മാത്രമാണ് കൊടുക്കുന്നത്, അതോ നമ്മൾ ഇത്ര നേരം വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളും കൂടി കൊടുക്കും? ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ. അപ്പൊ എനിക്കറിയാം അവർക്ക് പറ്റുമോ പറ്റൂലേന്ന്. തീരെ ജിമ്മിൽ പോകാൻ പറ്റാത്ത ഒരാളോട് ഞാൻ നല്ലൊരു വാക്കിംഗ് ഷൂ ഇട്ടിട്ട് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിസ്ക് വാക്ക് ചെയ്യാൻ പറയും. അതിനും ഓപ്ഷൻ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി ഫുഡിലേക്ക് വരുള്ളൂ. അതെനിക്കൊരു ചോദ്യമായിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർ, അവർക്ക് കുനിഞ്ഞു നിവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അവർക്ക് വെയിറ്റ് കുറയ്ക്കണം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ. അതെങ്ങനെയായിരിക്കും നമ്മൾ ഫുഡിലൂടെ അങ്ങനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാം? ഫുഡിലൂടെ നമുക്ക് 85 to 90% വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, 85% വാട്ട് യു ഈറ്റ്, യു ആർ ആബ്സല്യൂട്ട്ലി വാട്ട് യു ഈറ്റ്. 15% വർക്ക്ഔട്ട്. അപ്പം ഈ ഡിസ്കിന് പ്രശ്നമുള്ള ഒരാൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാം. നമുക്ക് ഒരുപാട് എന്താ പറയാ റീഹാബിലിറ്റേഷൻ എക്സസൈസസ് ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന എക്സസൈസ് ഒന്നുമല്ല, അത് വേറൊരു സ്കൂൾ ഓഫ് ഇതാണ്. പക്ഷെ അവര് ടോട്ടലി വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചു പോയാൽ വെയിറ്റ് കുറയും. ഓക്കെ. ഇനി ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ലക്ഷ്മി മനീഷ് എന്ന ന്യൂട്രീഷനിസ്റ്റിന്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ പോകുന്നു ലൈഫ്? വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ പറയൂ ഞങ്ങളോട്. സന്തോഷമായിട്ട് പോകുന്നു ലൈഫ്. എന്തായിരിക്കും ഹോബി? ഞങ്ങൾ വിചാരിക്കുകയാണ് ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണക്രമോ ഇതൊക്കെ എഴുതി കൊടുക്കുന്ന ആൾ എങ്ങനെയായിരിക്കും? എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ എന്താ നമ്മൾ പറയില്ലേ ചീറ്റായിട്ടെന്നൊക്കെ പറയുക ചെയ്യാറുണ്ടോ? ആക്ച്വലി ഞാനൊരു വെജിറ്റേറിയൻ, അപ്പൊ എന്റെ ചോയ്സസ് വളരെ കുറവാണ്. അപ്പൊ എനിക്ക് അവിയല്, സാമ്പാർ, പനീർ കറി അതിനപ്പുറത്തേക്കില്ല. അപ്പം ഞാൻ ഒരു നേരമാണ് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് എനിക്ക് എന്താ പറയാ, എനിക്ക് ഗോതമ്പ് വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കുറച്ച് ചോറ് അല്ലെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ 2 ഇഡ്ഡലി അങ്ങനെയായിരിക്കും എന്റെ ഭക്ഷണം. ലക്ഷ്മി മനീഷിന് ഇഷ്ടമുള്ള ആഹാരം എന്നിട്ട് അമ്പ് കൊടുത്താൽ എന്തായിരിക്കും അതിന്റെ ഉത്തരം? ഏറ്റവും ഇഷ്ടം കഴിക്കാൻ, ആസ്വദിച്ച് കഴിക്കും ഞാൻ അത് കിട്ടിയാൽ, എന്തായിരിക്കും അത്? അയ്യോ, അതിപ്പോ കളിയാക്കും ആൾക്കാര്. എന്നാലും പറയൂ പ്ലീസ്. എനിക്ക് അവിയല് ഭയങ്കര ഇഷ്ടം. അവിയല് ചിലപ്പോ ചോറ് പോലെ കഴിക്കുമായിരിക്കും. അവിയല് നിറയെ കഴിക്കും അവിയല്. അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ എന്റെ വീട്ടിലുള്ള എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും കുഞ്ഞാണെങ്കിലും എല്ലാം ടോട്ടലി നോൺ വെജിറ്റേറിയൻസ്. നല്ല കുക്കാണോ? ഞാൻ അടുക്കളയിലേ കയറൂല. അടുക്കളയിൽ ഞാൻ എന്റെ വീട്ടിലെല്ലാം തൂത്തി തുടച്ച് വൃത്തിയാക്കി അടുക്കി റെഡിയാക്കി എല്ലാം വെക്കും എന്നല്ലാതെ കുക്കിംഗ് എന്റെ ഒരു പാഷൻ അല്ല. എങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടം എന്തെങ്കിലും? ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കാപ്പി ഇടും മാക്സിമം. അപ്പൊ അവിയൽ ഉണ്ടാക്കി തരുന്ന ആരാ ഏറ്റവും ഇഷ്ടമുള്ള അവിയല്? അല്ല, എന്റെ 2 വീട്ടിലും എന്റെ മദറിലോയ്ക്ക് ഒരു ഹെൽപ്പ് ഉണ്ട്. അപ്പൊ അമ്മ അവിടെ ചെയ്യും. ഇവിടെ എന്റെ വീട്ടിൽ എന്റെ ചെറിയമ്മ ഉണ്ട്, അവർക്കും ഒരു സഹായി ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഈ ഒരു ഫീൽഡിൽ പുതുതായി എന്തെങ്കിലുമൊക്കെ? എപ്പോഴും എല്ലാരും ഇന്നോവേഷൻസിലേക്കൊക്കെ നീങ്ങുന്ന ഒരു കാലമാണല്ലോ. എന്താണ് ഒരു ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മള് ആരോഗ്യത്തിനെ കാണുന്ന രീതി ഒന്ന് മാറണമെന്നുണ്ട്. 1. 2, നമ്മളൊരു വീട്ടിൽ ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഒരു സ്ക്രീനിന്റെ പിറകിൽ ഇരുന്ന് ഒരു സ്ത്രീനെയോ പുരുഷനെയോ ഇങ്ങനെ നാണമില്ലാതെ പറയുന്നത് കുറയണം എന്നുണ്ട്. പിന്നെ അതായത് എന്തല്ലേ പറഞ്ഞത്, അതായത് ഒരാൾ വണ്ണം വെച്ച് പോകുമ്പോൾ പക്ഷെ കണ്ടില്ലേ എന്തൊരു തീറ്റയായിരിക്കും എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ ഇല്ലേ, അത് മാറണം. നമ്മൾ ഒരു സെക്കൻഡ് എങ്കിലും ആ ആളുടെ വരുന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഡിപ്രഷനിൽ കൂടെ പോവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. കാര്യം നമ്മൾ ഉപദ്രവിക്കാനോ നമ്മളെ കൊല്ലാനോ വേണ്ടിയൊന്നും തിന്നൂലല്ലോ. അപ്പൊ എന്തായിരിക്കും, അതായത് നമ്മുടെ വായിന്ന് വരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മൈൻഡ് എപ്പോഴും നമ്മൾ മനസ്സും ശരീരവും എന്നാണല്ലോ പറയാ. അപ്പൊ മനസ്സ് പകുതി ശരീരം പകുതി. ഈ ഇങ്ങനെ ഒരാൾ ചിലപ്പം ഭയങ്കരമായിട്ട് തകർന്നായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ അടുത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ അവരെ ആദ്യം ഒന്ന് ഓക്കെ ആക്കുക എന്നുള്ള ഒരു വലിയ ഘട്ടമുണ്ട്. അതിനെങ്ങനെയാ കൈകാര്യം ചെയ്യുക? ഞാൻ സംസാരിച്ച് നോക്കും. എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അവരോട് പറയും നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാം. അപ്പം അവരൊരു സൈക്കോളജിസ്റ്റിനെ കാണും. അപ്പൊ അവർക്ക് കാര്യം എനിക്ക് അതിനുള്ള പഠിത്തമില്ലല്ലോ. എനിക്ക് ബേസിക് ആയിട്ട് ഇരുന്ന് സമാധാനിപ്പിക്കാൻ പറ്റും. ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും പലർക്കും വെയിറ്റ് കൂടുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ എനിക്ക് 156 കിലോ 160 കിലോസ് ഒക്കെ ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷനും ഞങ്ങൾ 3 പേരും ആയിരിക്കും വർക്ക് ചെയ്യാം. ഓക്കെ. അവിടെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഈ ബോഡി ഷേമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 10 കിലോ കൂടി എന്നെ ഇത്രയും പറയാമെങ്കിൽ അപ്പൊ വളരെ ഒബീസ് ആയിട്ട് ഒരാൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും വിഷമിക്കും. നമ്മൾ ഒരാളെ ഒന്ന് കുറ്റം പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകും, അയാൾ അത് അടുത്ത മിനിറ്റ് മറക്കും. ഈ ആൾ അത് എത്ര ദിവസം മനസ്സിൽ കൊണ്ട് നടക്കും? തീർച്ചയായിട്ടും. അപ്പം ഒരു സൈക്കോളജിസ്റ്റ് ക്യാൻ ഹെൽപ്പ്. തീർച്ചയായിട്ടും. അതിനുശേഷമായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി ഒരുമിച്ച് പോകണം. ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും സമയം അനുവദിച്ചതിന് വളരെയധികം നന്ദി. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.